ഹിജ്റ 194 ഉസ്ബെക്കിസ്ഥാനിലെ ബുഖാറയിൽ ജനനം കൊണ്ട മഹാവ്യക്തിത്വമാണ് മുഹമ്മദ് ബിൻ ഇസ്മായിൽ. ചെറുപ്പകാലത്ത് തന്നെ കാഴ്ചശക്തി നഷ്ടപ്പെട്ട അദ്ദേഹത്തിന് മാതാവിൻ്റെ നിരന്തരമായ പ്രാർത്ഥന ഫലമായാണ് കാഴ്ചശക്തി തിരികെ ലഭിക്കുന്നത്. ആ കാഴ്ചയാണ് പിൽക്കാലത്ത് ഹദീസ് ലോകത്തെ വെളിച്ചമായി മാറിയത്. 10-ാം വയസ്സിൽ തന്നെ പഠിക്കാനായി വിവിധ നാടുകളിൽ പോവുകയും ധാരാളം ഹദീസുകൾ അദ്ദേഹം സ്വായത്തമാക്കുകയും ചെയ്തു. അസഹുൽ കുതുബി ബഅദ കിതാബില്ലാഹി സ്വഹീഹുൽ ബുഖാരി എന്നാണ് പണ്ഡിത ലോകം വിശേഷിപ്പിച്ചത്. അത്രയും പ്രാധാന്യം സ്വഹീഹുൽ ബുഖാരിക്ക് ലഭിക്കാൻ കാരണം അദ്ദേഹത്തിൻ്റെ അതിയായ സൂക്ഷ്മതയായിരുന്നു. ഹദീസ് ശേഖരണത്തിൽ അദ്ദേഹം കാഴ്ചവെച്ച സൂക്ഷ്മത പ്രശസ്തമാണ്. ഹദീസ് ശേഖരിക്കാനായി വിദൂര ദിക്കിലുള്ള വിദൂര സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒരു വ്യക്തിയിൽ നിന്നാണ് ഹദീസ് ശേഖരിക്കേണ്ടത്. അദ്ദേഹം തൻ്റെ വളർത്തു മൃഗത്തെ കൂടണക്കാൻ വേണ്ടി പച്ചില കാണിച്ച് വഞ്ചിക്കുന്ന രൂപത്തിലാണ് അദ്ദേഹം വളർത്തു മൃഗത്തെ കൂടണക്കുന്നത്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യകളെ ഈ ലോകത്തിനു മുന്നിൽ കൃത്യമായി വരച്ചു കാണിക്കാൻ ബുഖാരി ഇമാമിന് സാധിച്ചിട്ടുണ്ട്. 6 ലക്ഷത്തോളം ഹദീസുകളിൽ നിന്ന് ആധികാരികമായത് മാത്രം തിരഞ്ഞെടുത്തുകൊണ്ടാണ് 6 ലക്ഷത്തോളം ഹദീസുകളിൽ നിന്ന് ആധികാരികമായത് മാത്രം തിരഞ്ഞെടുത്തുകൊണ്ടാണ് സ്വഹീഹുൽ ബുഖാരിയിലൂടെ ഈ ലോകത്തിന് ഹദീസുകൾ പഠിപ്പിച്ചത്. ഹിജ്റ 256 ശവ്വാൽ 1 ഈദുൽ ഫിത്റിന്റെ രാത്രിയിൽ മഹാനവറുകൾ വഫാത്താവുകയാണ്.